വാക്പോരും അടിച്ചും തിരിച്ചടിച്ചും മുന്നോട്ടു പോകുന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഓരോ ദിവസവും പുറത്തുവരുന്നത് രൂക്ഷമായ പ്രതികരണങ്ങളാണ്. ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് തുടർന്നാൽ ആണവായുധം വികസിപ്പിക്കാനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നെതന്യാഹുവിന്റെ പ്രതികരണം. ഇറാൻ ഒരു ആണവശക്തിയായി മാറുന്നത് തടയാൻ സാധ്യമായതെല്ലാം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അതിനെന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്യും. ആണവായുധം മറ്റൊരിടത്ത് നിന്ന് വാങ്ങാൻ അവരെ ഒരിക്കലും അനുവദിക്കില്ലെന്നും ഇസ്രയേലി മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നെതന്യാഹു പറയുകയുണ്ടായി. ലെബനനുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നെതന്യാഹു വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇസ്രയേലിന് നേരെ ഇറാൻ 2 തവണ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെയും ഇറാൻ ജനറലിന്റെയും മരണത്തിന് പ്രതികാരമായിട്ടായിരുന്നു ആക്രമണം. തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ ഉപരോധം പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ആണവനയത്തിൽ മാറ്റം വരുത്തുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത്. അമേരിക്കയിൽ ട്രംപ് അധികാരത്തിൽ എത്താനിരിക്കെ ഇറാന് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയായിരുന്നു അരാഗ്ചിയുടെ പ്രസ്താവന. 1950കളിൽ ആറ്റംസ് ഫോർ പീസ് പ്രോഗ്രാമിന് കീഴിൽ അമേരിക്കയുടെ പിന്തുണയോടെ ആരംഭിച്ച ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ശാസ്ത്രീയ പര്യവേഷണത്തിന് വേണ്ടിയായിരുന്നു. 1970ൽ ആണവ പ്രവർത്തനങ്ങൾ IAEA പരിശോധനയ്ക്ക് വിധേയമാക്കി ഇറാൻ ആണവ നിർവ്യാപന ഉടമ്പടി അംഗീകരിക്കുകയുണ്ടായി. എന്നാൽ 1979ലെ ഇറാനിയൻ വിപ്ലവത്തിന് ശേഷം സഹകരണം അവസാനിപ്പിക്കുകയും ഇറാൻ രഹസ്യമായി ആണവ പദ്ധതി പിന്തുടരുകയും ചെയ്തു. 2015ലെ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെച്ചതിനെ തുടർന്ന് അന്ന് പിൻവലിച്ച ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി അറാഗ്ചി രംഗത്തെത്തിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള മെച്ചപ്പെട്ട ബന്ധം പിന്തുടരുന്നതിലൂടെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുമെന്ന വാഗ്ദാനത്തിൽ ഈ വർഷം തിരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറാഗ്ചിയെ വിദേശകാര്യ മന്ത്രിയായി നിയമിച്ചിരുന്നു. 2015ലെ കരാറിന്റെ ഭാഗമായി ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു. അതിനു പകരം സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മതിച്ചിരുന്നെങ്കിലും പിന്നീട് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും ഇതിനെ എതിർക്കുകയായിരുന്നു. അമേരിക്കയുടെ ഈ നിലപാട് എല്ലായിടത്തും തർക്കങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തു. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ കഴിഞ്ഞ ആഴ്ച നടന്ന ചർച്ചകൾക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ അണിനിരന്നുവെന്ന് താൻ വിശ്വസിക്കുന്നതായി ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു. IAEA ഡയറക്ടർ മുമ്പ് കൊണ്ടുവന്ന പ്രമേയപ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം 60% പരിമിതപ്പെടുത്താനും 4 ന്യൂക്ലിയർ ഇൻസ്പെക്ടർമാർക്ക് ഇറാന്റെ ആണവ സൈറ്റുകൾ സന്ദർശിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ആ പ്രമേയത്തിനെതിരെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നതെന്ന് അറാഗ്ചി വ്യക്തമാക്കുന്നു.